ഭാവി ലോകത്തിന്റെ ഭാഗധേയത്തിൽ നിർവഹിക്കേണ്ട പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഒരിക്കൽ മഹാത്മാഗാന്ധിജിയോട് ഒരു കുഞ്ഞു ചോദിച്ചു, ഗാന്ധിജി, ബാപ്പുജി, എന്താണ് ജനാധിപത്യം? ഗാന്ധിജി അതിന് കൃത്യമായ ഒരു മറുപടി നൽകുന്നുണ്ട്. നീ ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുത്തു, നീ വിജയിക്കുകയും ചെയ്തു. എന്നാൽ നീ വിജയിച്ചതിന്റെ കാരണം നിന്നോടൊപ്പം മറ്റുള്ളവർ കൂടി ഓടിയത് കൊണ്ടാണ് എന്ന ബോധ്യത്തെയാണ് ജനാധിപത്യം എന്ന വലിയ ഒരു ആശയമായി ഇന്ത്യയുടെ മഹാത്മാവ് ഗാന്ധിജി മുന്നോട്ട് വെച്ചത്. ജനാധിപത്യം എന്നത് കേവലമായ രാഷ്ട്രീയ സങ്കല്പമല്ല, അത് നമ്മുടെ ജീവിത ശൈലികളിൽ കൂടി വരേണ്ടതാണെന്ന് അംബേദ്കർ ഒരിക്കൽ സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ത്യ എന്ന ഏറ്റവും ബഹുസ്വരവും ജനാധിപത്യവും മതേതരത്വവും കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യത്താണ് നാം എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്നതാണ്. വെള്ളത്തോൾ അതുകൊണ്ടാണല്ലോ പാടിപ്പോയത്, ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാൽ തിളക്കണം ചോര നരമ്പുകളിൽ. നമ്മുടെ ഹൃദയത്തിലൊക്കെ തുടിക്കുന്ന ചോരയായി ജനാധിപത്യം എന്ന ആശയം കുടികൊള്ളുന്നുണ്ട്. അതിന് കൃത്യമായ ഒരു ചരിത്രമുണ്ട് കേട്ടോ. കേരളത്തിന്റെയും ഇന്ത്യയുടെയും ചരിത്രം പരിശോധിച്ചാൽ ജനാധിപത്യ മൂല്യങ്ങൾക്ക് കൃത്യമായ ഒരു ചരിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇന്നിന്റെ ലോകത്ത് നാം പരിശോധിച്ചാൽ ജനാധിപത്യ മൂല്യങ്ങളെല്ലാം അപകടത്തിലാണെന്ന് പറയാതെ വയ്യ. കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് മുസഫർ നഗറിൽ നടന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഒരു വിദ്യാർത്ഥിയോട് തന്റെ അധ്യാപകൻ മറ്റൊരു വർഗത്തിലെ വിദ്യാർത്ഥിയുടെ മുഖത്തടിക്കാൻ പറയുന്നതിൽ എവിടെയാണ് ജനാധിപത്യം എന്നത് വലിയൊരു ചോദ്യമാണ്. ഇന്നിന്റെ സമൂഹത്തിൽ ഏറ്റവും കാലിക പ്രസക്തമായി ഉയരേണ്ട ചോദ്യം കൂടിയാണ് ഇത്. നമ്മുടെ വിദ്യാർത്ഥി സമൂഹമായ നമ്മൾ ജനാധിപത്യ മൂല്യങ്ങൾക്ക് വേണ്ടി കുടികൊള്ളേണ്ടതുണ്ട്. വിവരം, വിവേകം, വിമർശനം എന്നീ ബോധ്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള വിദ്യാഭ്യാസം നേടിക്കൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ സംവദിക്കുന്ന വിദ്യാർത്ഥി സമൂഹമായാൽ മാത്രമേ ഈ വിഷയത്തെ ഏറ്റവും കാലിക പ്രസക്തമായി നമുക്ക് സൂചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണല്ലോ വിവേകമില്ലാത്ത വിദ്യാഭ്യാസത്തെ വെള്ളത്തോൾ ഉടുപ്പിൽ തൊന്നും ഉന്നത വിദ്യാഭ്യാസം എത്ര താഴ്ത്തിയിലാണ് അമ്മയെന്ന് വിശദീകരിച്ചത്. അതുകൊണ്ട് നമ്മുടെ മൂല്യങ്ങൾ, നമ്മുടെ ദിനചര്യകൾ ഇതിന്റെ ഭാഗമായി കൊണ്ട് മാത്രമേ നമുക്ക് ഈ പ്രശ്നത്തെ ഏറ്റവും നല്ല നിലയിൽ സൂചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ അടുക്കളകളിൽ നമ്മുടെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീധനത്തിന്റെ പേരിൽ ഒരുപാട് കൊലകളും ആത്മഹത്യകളും നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ വിഷയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ അടുക്കളകളിൽ, നമ്മുടെ വീടുകളിൽ ഏറ്റവും നല്ല നിലക്കുള്ള ജനാധിപത്യ മൂല്യങ്ങൾ സ്ഥാപിച്ചാൽ മാത്രമേ പൊതു ഇടങ്ങളിൽ രാഷ്ട്രത്തിന്റെ ഏറ്റവും നല്ല നേതാക്കന്മാരായി വളർന്നു വരുന്ന സമൂഹം, യുവ സമൂഹം ഇതിനു വേണ്ടി ശബ്ദിക്കുകയുള്ളൂ. ജനാധിപത്യം നിയമനിർമ്മാണ സഭ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, മാധ്യമങ്ങൾ എന്നീ 4 തൂണുകളിൽ ബിന്ദുവായി പ്രവർത്തിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ 4 ബിന്ദുക്കളും ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ ജനാധിപത്യത്തിന് കരുത്താവുകയുള്ളൂ. അതൊക്കെ കോട്ടം വരുന്ന ഏതൊരു രാഷ്ട്രീയപരമായും അല്ലാതെയും വരുന്ന പ്രവർത്തനങ്ങളെ നാം എല്ലാവരും മുന്നോട്ട് നിന്ന് ചെറുക്കേണ്ടതുണ്ട്. മാധ്യമങ്ങൾ നേരിടുന്ന പ്രശ്നം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ദി ക്വയറ്റ് എന്ന ഒരു മാധ്യമ സ്ഥാപനത്തെ നമ്മുടെ രാഷ്ട്രം തകർക്കാൻ ശ്രമിക്കുന്ന കാഴ്ച നാം എല്ലാവരും കണ്ടതാണ്. അതിനെതിരെ ശബ്ദം ഉയർത്തിയാൽ മാത്രമേ ജനാധിപത്യം എന്ന പൊതുസങ്കല്പത്തെ ഏറ്റവും അടിസ്ഥാനപരമായി ഈ രാജ്യത്തിന് അംബേദ്കർ ഉയർത്തിയ, നെഹ്റു ഉയർത്തിയ, ഗാന്ധിജി ഉയർത്തിയ ഏറ്റവും നല്ല സങ്കല്പത്തെ നമുക്ക് പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ ഏറ്റവും ദയനീയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വലതുപക്ഷ നാസിസം ഇന്ന് ലോകത്തെ തന്നെ, യൂറോപ്പിനെ മൊത്തം ഭരിക്കുന്ന ഒരു അവസ്ഥയിലെത്തിയ ഈ കാലഘട്ടത്തിൽ ഈ വിഷയത്തിൽ ലോകത്ത് മുഴുവൻ പ്രാധാന്യം നിറഞ്ഞതാണ്. ഗാന്ധിജി ഏറ്റവും അടിസ്ഥാനപരമായി 1940കളിൽ പറയുന്നുണ്ട്, മതം ഒരു രാഷ്ട്രത്തിന്റെയും അടിസ്ഥാനമായി, മതം ഒരു രാഷ്ട്രത്തിന്റെയും അടിസ്ഥാനമായി വരരുത് എന്ന ഏറ്റവും മഹാത്മമായ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇസ്രായേലിനെ അതുകൊണ്ടാണ് ഗാന്ധിജി വിമർശിച്ചത്. ഗാന്ധിജി ആ ഇസ്രായേൽ രൂപീകരണത്തെ ഏറ്റവും ആദ്യം വിമർശിച്ചത് ഗാന്ധിജിയാണ്. ഒരു രാജ്യത്തിന്റെയും പൗരത്വം എന്നത് ഒരു മതത്തിന്റെയോ ജാതിയുടെയോ വർഗത്തിന്റെയോ വേർതിരിവുകൾ പറ്റില്ല എന്ന മൂല്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നാം പ്രവർത്തിക്കണം. മനുഷ്യരെ സ്നേഹിക്കുക എന്നതാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും നല്ല മൂല്യം. വൈലോപ്പിള്ളി മാഷ് പറഞ്ഞത് ഇങ്ങനെയാണ്, മാവുകൾ പൂക്കും, മാനത്തമ്പിളി വികസിക്കും, മനുഷ്യർ പരസ്പരം സ്നേഹിക്കും, വിഹരിക്കും. നന്ദി, നമസ്കാരം.